നമസ്കാരം. ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച ദേശീയത നേരും നുണയും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും ചർച്ചയുമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ആധുനിക മനുഷ്യൻ്റെ സ്വത്തുബോധത്തെ പാകപ്പെടുത്താൻ ദേശീയത എന്ന സങ്കല്പം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സങ്കുചിത ദേശീയത എത്രത്തോളം അപകടകരമാണ് എന്ന് തിരിച്ചറിയുകയും അവയെ കൃത്യമായി പ്രതിരോധിക്കുകയും വേണം. അത്തരമൊരു ബോധ്യത്തിൽ നിന്നാണ് ചിന്ത പബ്ലിഷേഴ്സ് പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ പാർത്ഥ ചാറ്റർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്ന് എന്ന് പറയാവുന്നത് ട്രൂത്ത്സ് ആൻഡ് ലൈസ് ഓഫ് നാഷണലിസം ആസ് നറേറ്റഡ് ബൈ ചാർവാക് എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷ ദേശീയത നേരും നുണയും ചാർവാകൻ പറഞ്ഞ കഥ എന്ന തലക്കെട്ടിൽ വിവർത്തനം ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുക എന്ന ദൗത്യത്തിലേക്ക് കടക്കുന്നത്. ശ്രീ ആര്യ ഏറ്റിയാണ് ഈ പുസ്തകത്തിൻ്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത്. ചിന്തയെ സംബന്ധിച്ചിടത്തോളം ഈ കൃതി എന്നതൊരു സാമൂഹിക ഇടപെടൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ എല്ലാ ഉള്ളറകളും തുറന്നുകൊണ്ട് നിയമസഭ ഇത്തരമൊരു തുറന്ന വേദിയായി പൊതുജനങ്ങൾക്ക് നൽകുന്ന ഇത്തരമൊരു വേദിയിൽ ഈ വിഷയം സംസാരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതും. പുസ്തകത്തിൻ്റെ പ്രകാശനത്തെ തുടർന്ന് സങ്കുചിത ദേശീയത രാഷ്ട്രീയ ആയുധമാകുമ്പോൾ എന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി, ചരിത്രകാരനും ചിന്തകനുമായ KN ഗണേഷ്, ചിന്ത പബ്ലിഷേഴ്സ് എഡിറ്റർ KS രഞ്ജിത്ത് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് കടക്കാം. പ്രകാശനം ചെയ്യുന്നതിനായി ബേബി സഖാവിനെയും ഗണേഷ് മാഷിനെയും സങ്കുചിത ദേശീയത രാഷ്ട്രീയ ആയുധമാകുമ്പോൾ എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാൻ ബേബി സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ KN ഗണേഷ്, സഖാവ് രഞ്ജിത്ത്, സദസ്സിലിരിക്കുന്ന സഖാവ് CP നാരായണനും വിജയകുമാർ സഖാവ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ, ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് പാർത്ഥ ചാറ്റർജി എഴുതി അത് ചിന്ത പബ്ലിഷേഴ്സ് ഇപ്പോൾ മലയാളത്തിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ദേശീയത നേരും നുണയും ചാർവാകൻ പറഞ്ഞ കഥ എന്ന ശീർഷകത്തിലുള്ള ഈ ഗ്രന്ഥം ദേശരാഷ്ട്രങ്ങൾ എല്ലാം ആധുനികമാണ് എന്ന ആശയം, തുടർന്ന് രാജ്യ അതിർത്തികളെല്ലാം ആകസ്മികങ്ങളാണ്, രാജാക്കന്മാർക്ക് റിപ്പബ്ലിക്കിൽ സ്ഥാനമില്ല, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ല, ഇന്ത്യയും ബഹുസ്വര മതേതര ജനാധിപത്യവും ഒരു സമൂഹം എന്ന നിലയിലും ഒരു രാഷ്ട്രമെന്ന നിലയിലും അവിഭാജ്യമാണ്, ഏറ്റവും സുപ്രധാനമാണ്. ഇന്ത്യ ഒരു ജനകീയ ഫെഡറൽ രാഷ്ട്രമാണ്. ജനകീയ സഖ്യങ്ങൾ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നു. നമ്മുടെ രാഷ്ട്രം മുഴുവൻ ജനങ്ങളുടേതുമാണ്. ഈ ആശയങ്ങളാണ് വ്യത്യസ്ത അധ്യായങ്ങളുടെ ശീർഷകങ്ങളായിട്ട് വരുന്നത്. വളരെ യുക്തിഭദ്രവും ശാസ്ത്രീയവും ചരിത്രപരവുമായ വിശകലനങ്ങളിലൂടെ പാർത്ഥ ചാറ്റർജി തൻ്റെ വാദമുഖങ്ങൾ ചാർവാകൻ്റെ ഭാഷയിലെന്ന് പറയാം ഈ കൃതിയിൽ സാമാന്യം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു. ഈ പുസ്തകം മലയാളത്തിൽ ലഭ്യമാക്കിയതിന് ഞാൻ ചിന്ത പബ്ലിഷേഴ്സിനെ അനുമോദിക്കുകയാണ്. ഇതിനു മുമ്പ്
ചില കൃതികൾ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള പരിഭാഷാ മേഖലയിൽ തൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള A.T. ആര്യയാണ് ഈ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തി. ഇന്ന് വന്നിട്ടില്ല ഇവിടെ അല്ലേ? മൂലകൃതിയുമായി ഒത്തുനോക്കി ഈ പരിഭാഷ എത്രമാത്രം മികച്ചതാണെന്ന് അഭിപ്രായപ്പെടാനുള്ള ശേഷി എനിക്കില്ല. അത്തരത്തിലൊരു താരതമ്യ പഠനത്തിന് ഞാൻ ഒരുമ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ഡോക്ടർ ഗണേഷ് അത് ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിന്ത പബ്ലിഷേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയമായി പ്രസക്തങ്ങളായ പുസ്തകങ്ങൾ മറ്റു പലരും പ്രസിദ്ധീകരിക്കാൻ ഉത്സാഹം കാണിക്കാത്ത കൃതികൾ പ്രസിദ്ധീകരിക്കാൻ എന്നും ശ്രമിച്ചു പോന്നിട്ടുണ്ട്. അതിനുദാഹരണമാണ് പാർത്ഥ ചാറ്റർജി ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെ തൻ്റേതായ വാദമുഖങ്ങളും ചരിത്രപരമായ ഉപലബ്ധികളും ഉപയോഗിച്ചുകൊണ്ട് A.G. നൂറാനി ഒട്ടേറെ കൃതികൾ എഴുതിയിട്ടുള്ളതിൽ സവർക്കറും ഹിന്ദുത്വവും എന്ന ഗ്രന്ഥം 2004 എന്ന് തോന്നുന്നു പ്രസിദ്ധീകരിച്ചത്. പുസ്തകം ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് സംബന്ധിച്ച അവ്യക്തത ഒഴിവാക്കാം. അതെ, 2004 ഏപ്രിലാണ്. അപ്പം 20 വർഷം മുമ്പ് തന്നെ ഈ രംഗത്തെ ഈ മേഖലയിലെ കൃതികളുടെ പ്രാധാന്യം ചിന്ത തിരിച്ചറിഞ്ഞ് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ, നൂറാനിയുടെ ഈ കൃതി അതിലൊരു ലാൻഡ്മാർക്കാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച നമ്മുടെ സമൂഹത്തിൽ വേണ്ടതുപോലെ പങ്കാളിത്തത്തോടുകൂടി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സാങ്കേതികമായിട്ട് അതിന് ചില കാരണങ്ങളുണ്ടാകാം ഈ സ്ഥലം നടന്നത്. അപ്പം ആ ഒരു പ്രായോഗിക പ്രശ്നത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും മാനവികതയുടെയും ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാനുഷിക പരിഗണനകളില്ലാത്ത മനുഷ്യവിരുദ്ധമായ ആശയങ്ങളിലേക്ക് സമൂഹത്തെ പിടിച്ചുകൊണ്ടുപോകാൻ തങ്ങളുടെ അത്യന്തം വിഷലിപ്തമായ മനുഷ്യവിരുദ്ധമായ ആശയങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഗോൾവൾക്കർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഗോൾവൾക്കർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലറും ജർമ്മനിയുമാണ് നമുക്ക് മാതൃക ഈ ന്യൂനപക്ഷ പ്രശ്നവും വംശീയ പ്രശ്നവും ഒക്കെ പരിഹരിക്കാൻ. രാഷ്ട്രത്തെ സംബന്ധിച്ച നിർവചനം അതിലെല്ലാം ഹിറ്റ്ലറെ മാതൃകയാക്കുന്നു എന്നുള്ളത് രേഖാമൂലം എഴുതിയിട്ടുള്ളത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവർ വിഷലിപ്തമായ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് രാഷ്ട്രത്തിൻ്റെ പൊതുബോധമാക്കി തീർക്കാൻ അവർ നടത്തുന്ന അത്യന്തം അപകടകരമായ ശ്രമങ്ങൾ വലിയൊരു അതിരോളം വിജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇത് എത്രത്തോളം അപകടകരമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതും നൂറാനിയും പാർത്ഥ ചാറ്റർജിയും ഒക്കെ പണ്ഡിതോചിതമായി വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്തിട്ടുള്ളതുമാണെങ്കിൽ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന കേന്ദ്ര പ്രശ്നം ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധമാക്കി ഇതിനെ പരിവർത്തിപ്പിക്കുക. ഇത്തരം ആശയങ്ങൾ ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രം ഇന്ന് ഇന്ത്യയിൽ ആർജിച്ചിട്ടുള്ള സ്വാധീനം ഇന്ത്യൻ ജനതയിൽ ഒരു 35% വരുന്ന ജനവിഭാഗങ്ങൾ ഈ വർഗീയ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള സ്വാധീനത്തിൽപ്പെട്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയുള്ള സ്വാധീനത്തിൽപ്പെട്ടിരിക്കുന്നുവെന്ന്
പറയുന്നതിന് പ്രാധാന്യമുണ്ട്. ഓവർ ആർച്ചിങ് ഐഡിയോളജിക്കൽ ഹെജുമണി മറ്റ് ഘടകങ്ങളെയെല്ലാം വകഞ്ഞു മാറ്റിയിട്ട് മറ്റെന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ കെടുതി ഉത്തരേന്ത്യയിലെല്ലാം വ്യാപകമായിട്ടുണ്ട്. തൊഴിലില്ലായ്മയുടെ പ്രശ്നം അത് ചില സന്ദർഭങ്ങളിൽ പൊട്ടിത്തെറിക്കും. മറ്റേ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ പദ്ധതി ഇവർ കൊണ്ടുവന്നപ്പോൾ പൊടുന്നനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അപ്സർജ് ഉത്തരേന്ത്യയിൽ പലയിടത്തും ഉണ്ടായി. അപ്പോൾ അത് ഒരു ജനകീയ പ്രതിഷേധ സമര പ്രസ്ഥാനമായിട്ട് വ്യാപിക്കുമെന്ന് പലരും ഉത്കണ്ഠപ്പെട്ടു. പക്ഷെ പെട്ടെന്നത് അടിച്ചമർത്തപ്പെട്ടു. അത് അടിച്ചമർത്തപ്പെടുകയും അതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ജനകീയ സമരപ്രസ്ഥാനമായി വളർന്ന് വികസിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ ഈ ഓവർ ആർച്ചിങ് ഹിന്ദുത്വ ഹെജുമണി ഒരു ഘടകമാണ്. ഇത് കുറേ കൂടി ലളിതമായി മനസ്സിലാക്കാൻ എനിക്ക് പരിചയമുള്ള സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പഠിച്ച് PhD ഒക്കെ എടുത്തിട്ട് യുനിസെഫിൽ ജോലി കിട്ടി പലയിടത്തും സ്ഥലം മാറിയൊക്കെ പ്രവർത്തിക്കാൻ പോകുന്ന ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് ഇപ്പം കുറേ വർഷമായിട്ട് ലക്നൗവിലാണ് പ്രവർത്തിക്കുന്നത്, ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആൾക്കാരെ പോയി കാണുകയും സംസാരിക്കുകയും സാധാരണ മനുഷ്യരുമായിട്ട് സംസാരിക്കുകയും കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ ഇതൊക്കെയാണല്ലോ. അങ്ങനെ ഉത്തർപ്രദേശിലെ നാട്ടുംപുറത്തെ സാധാരണ മനുഷ്യരുമായി സംസാരിക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയ അവരിലുള്ള പുരോഗമന പക്ഷപാതിത്വം കൂടി വെച്ച് 3-4 വർഷം മുമ്പാണ് അവർ പറഞ്ഞത്, പാവപ്പെട്ട ദരിദ്രരായ സ്ത്രീകളോട് ദുസ്സഹമായ ജീവിതം നയിക്കുന്ന വളരെ വളരെ കഷ്ടപ്പെടുന്ന ആളുകളോട് അവരുടെ കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇവരിങ്ങനെ പതുക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കി. അപ്പോൾ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടും, മോഡിജി വന്നെല്ലാം ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര വർഷമായല്ലോ. 2ാം മോഡി ഭരണം നടക്കുമ്പോഴാണ്, 2ാം മോഡി ഭരണത്തിൻ്റെ അവസാന കാലമാണ്. അപ്പം അവർ പറഞ്ഞതൊന്നും മോഡിയും കൂട്ടരും പറഞ്ഞതൊന്നും ശരി, ഇവർ ആ വാചകം പൂർത്തിയാക്കാം. അവരുടെ ഹിന്ദിയിൽ ആണ് പറയുന്നത്, ഹിന്ദി അറിയും. ആ വാചകം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അയ്യോ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയരുത്, അദ്ദേഹം നമ്മുടെ രക്ഷകനാണ്, ഇത് രക്ഷിച്ച് അവസ്ഥ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഭക്ഷണമില്ല, പിന്നെ വെള്ളം അടുത്ത് കിട്ടുന്നില്ല. ജീവിതത്തിലെ ഉത്തരേന്ത്യയിലെ കേരളീയർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകാമോ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ. ആ ദുസ്സഹമായ ജീവിത ബുദ്ധിമുട്ട് മുഴുവൻ ചർച്ച ചെയ്തതിൻ്റെ അവസാനം ഇവർ ഒരു രാഷ്ട്രീയ ആശയം അവരുടെ മനസ്സിലേക്ക് ഇടാൻ ശ്രമിച്ചപ്പോൾ മോഡിജിയോ നിങ്ങളൊന്നും പറയരുത്, എന്നിട്ട് ഇവരെല്ലാം അവതരിപ്പിക്കുന്ന അവിടെയാണ് ഈ കൃതിയിലും എല്ലാം വരുന്നത്, മിത്തുകൾ പ്രചരിപ്പിക്കുകയാണ്. മുജ്ജന്മ പാപത്തിൻ്റെ ഫലമായിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിക്കും. ഈ കഷ്ടപ്പാട് അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാര്യം മുൻജന്മത്തിൽ നമ്മൾ കുഴപ്പമില്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വരുമ്പോഴും മനുഷ്യൻ്റെ അവകാശത്തിൻ്റെ പ്രശ്നം വരുമ്പോഴും എല്ലാം ഈ വർഗീയ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പൊതുബോധം കോമൺ സെൻസായി ഇത് മാറുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായി RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിനും RSSൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കും അനുകൂലമായി ചിന്തിക്കാൻ മനുഷ്യരെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പാർത്ഥ ചാറ്റർജിയുടെ പുസ്തകം സമാപിക്കുന്നത് ഒരു സമരാഹ്വാനമായിട്ടാണ് പുതിയ തലമുറയോട്, ജനങ്ങളോട്, കലാകാരരോട്, സാംസ്കാരിക പ്രവർത്തകരോട്, രാഷ്ട്രീയ രംഗത്തുള്ളവരോട് മാത്രമല്ല. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ രൂപവൽക്കരണം മുതലുള്ള ചരിത്രം പാർത്ഥ ചാറ്റർജി ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനവുമായി കലാകാരന്മാരുടെ, സാഹിത്യകാരന്മാരുടെ ഒക്കെ ഇടപെടലുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്.
അതുപോലുള്ള വലിയൊരു പ്രതിരോധ പ്രസ്ഥാനവും സമരപ്രസ്ഥാനവും ഇന്നത്തെ ഇന്ത്യയിൽ ആവശ്യമുണ്ട്. ഈ ഗ്രന്ഥം പാർത്ഥാചാര്യജി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഓരോന്നും രാഷ്ട്രം മുഴുവൻ ജനങ്ങളുടേതുമാണ് എന്ന ആശയം, ദ ഐഡിയ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന ആശയം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, ഇതെല്ലാം ഇദ്ദേഹം ചർച്ച ചെയ്തു. ഇതെല്ലാം സംബന്ധിച്ച ചരിത്രവിരുദ്ധമായ വാദമുഖങ്ങളെ ഓരോന്നും എടുത്ത് പാർത്ഥാചാറ്റർജി ഈ കൃതിയിൽ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മതം ദേശീയതയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണോ എന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ നമുക്ക് നേരിട്ടുള്ള അനുഭവമുണ്ട്. മതം ദേശീയതയെ നിർണ്ണയിച്ചിട്ടാണല്ലോ പാകിസ്ഥാൻ ഉണ്ടായത്. ഇന്ന് ആ പാകിസ്ഥാൻ 2 രാഷ്ട്രങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇസ്ലാം അതിനെ ആസ്പദമാക്കിയാണല്ലോ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഭൂമിശാസ്ത്രപരമായി വളരെ അകലങ്ങളിൽ കിടക്കുന്നവയെ മതം ദേശരാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാമെന്ന അശാസ്ത്രീയമായ വാദം ഉന്നയിച്ചുകൊണ്ട് 47-ൽ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെടുന്നു. അന്ന് രൂപം കൊണ്ട പാകിസ്ഥാൻ ഇന്ന് 2 രാഷ്ട്രങ്ങളായി മാറി. നമ്മുടെ കൺമുമ്പിൽ വളരെ അലസമായി മാത്രം ഇതിനെ നോക്കിക്കാണുന്നവർക്ക് പോലും മതം ഒരു രാഷ്ട്രത്തെ നിർണ്ണയിക്കുന്ന ഘടകമല്ലല്ലോ, നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ജീവിതകാലത്ത് അതിന് ഉദാഹരണമുണ്ടല്ലോ. പക്ഷെ അത് ജനങ്ങളുടെ പൊതുബോധമായി തീരാതിരിക്കാൻ RSSൻ്റെ വർഗീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളുടെ പ്രചരണ സമ്പ്രദായത്തിന് കഴിയുന്നു. അകലേക്ക് പോയി വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ ആവശ്യം ഇവിടെയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കൃതിയുടെ മറ്റു കാര്യങ്ങൾ എല്ലാം ഡോക്ടർ ഗണേഷ് നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. ഈ ഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ചരിത്ര വസ്തുതകളെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്ത് ഈ വർഗീയ പ്രത്യയശാസ്ത്രത്തെ നേരിടാനുള്ള ആയുധങ്ങൾ, ചിന്താപരമായ ആയുധങ്ങൾ നമുക്ക് നൽകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതുപോലുള്ള പാർത്ഥാചാറ്റർജിയെ പോലുള്ള ഒരു ജൈവ ബുദ്ധിജീവി എന്ന് തന്നെ നിർവചിക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം, മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് രാഷ്ട്രീയമായി ഇടപെടേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നു. ജനകീയ സഖ്യങ്ങൾ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നു. ജനകീയ സഖ്യങ്ങൾ വളർന്നു വരണം. നമ്മൾ ഈ ചരിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ചരിത്രത്തിൽ മനുഷ്യന് ഇടപെടാൻ കഴിയണം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു. അവസാനം അദ്ദേഹം പറയുന്നു, എഴുത്തുകാരും കലാകാരന്മാരും, അത് കലാകാരരും എന്ന് ഞാൻ ഭേദഗതിപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഭാഷയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ചിന്ത എഡിറ്ററും കൂടി ഇരിക്കുന്നതുകൊണ്ടാണ്. പരിഭാഷപ്പെടുത്തി തന്നത് ആശയം അങ്ങനെ ആയതുകൊണ്ടാണ്. ഇന്നലെ യുവാക്കളുടെ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നമ്മുടെ ദിവ്യ എസ് അയ്യർ പി രാജീവുമായിട്ട് ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് കലാകാരന്മാരും കലാകാരികളും അതിന് വേറെ വാക്കുവല്ലതും ഉണ്ടോ എന്നൊക്കെ അവിടെ ചർച്ച ചെയ്തു. എന്നിട്ട് ഇറങ്ങി വരുമ്പം ഞങ്ങളുടെ അടുത്ത സെഷനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കലാകാരർ എന്ന് ഉപയോഗിക്കാം, പണ്ഡിതന്മാർ അനുകൂലിക്കുമല്ലോ. അപ്പോൾ CP ഒക്കെ ഇക്കാര്യത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ പോസ്റ്റുകൊണ്ട് ഇത്തരത്തിൽ ഇടപെട്ടതാണ്. അത് കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പരിഭാഷയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വരും. പറഞ്ഞു വന്ന ആശയം, എഴുത്തുകാരും കലാകാരരും തങ്ങളുടെ കടമയിൽ ഉറച്ചു നിൽക്കുകയും ജനങ്ങളുടെ ഭാവനയെ സജീവമാക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യസമരകാലത്താണ്. ഗാന്ധി ഒരു പുതിയ രാഷ്ട്രീയ സന്ദേശവുമായി എത്തി. അപ്പോൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ ജനങ്ങൾ തയ്യാറായി. ഇന്ന് പുതിയൊരു സ്വാതന്ത്ര്യ സമരം സാംസ്കാരിക മണ്ഡലത്തിൽ നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത്തരമൊരു സമരത്തിലേക്ക് ജനങ്ങളെ അണിനിരക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രചന കൂടിയാണ് പാർത്ഥാചാറ്റർജിയുടെ ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച ഈ കൃതി. ദേശീയതയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ടാഗോറിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം ദേശീയതയ്ക്ക്
പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പുരോഗമനപരമായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധമായ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ദേശീയ ബോധത്താൽ പ്രചോദിതമായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിശക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന നാളുകളിലാണ് 1908 ഗാന്ധി എന്നെത്തിയിട്ടില്ല, പക്ഷേ സ്വാതന്ത്ര്യ സമരം, ദേശീയതാബോധം ഇതെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദേശീയത, രാജ്യസ്നേഹം, പേട്രിയോട്ടിസം എന്നുള്ള വാക്കാണ് ഇവിടെ ടാഗോർ ഉപയോഗിക്കുന്നത്. പാർത്ഥ ചാറ്റർജി ദേശഭക്തരും ദേശശത്രുക്കളുമാരാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ കൃതിയുടെ ആദ്യ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ടാഗോർ പറഞ്ഞു, patriotism cannot be our final spiritual shelter. I will not buy glass for the price of diamonds, and I will never allow patriotism to triumph over humanity as long as I am alive. അപ്പോൾ ദേശീയതയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയഗതികൾ വളരെ ആഴത്തിൽ, വളരെ ഗഹനമായി ഇന്ത്യയിൽ മുഴുവൻ ദേശീയതാബോധം ജനങ്ങളെ സാമ്രാജ്യത്വത്തിനെതിരായി പൊരുതാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ ടാഗോറിനെ പോലുള്ളവർ ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയതാബോധത്തിൻ്റെ ചതിക്കുഴികൾ തിരിച്ചറിയുന്നതോടൊപ്പം ജാതിമത ലിംഗവ്യത്യാസത്തിന് അതീതമായി മനുഷ്യർ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒരുമിക്കുകയും രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ഇവിടെ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് പോലെ സാർവദേശീയ ബോധം, മാനവികത എന്നുള്ള ബോധം, അതിലേക്ക് നമുക്കെല്ലാം വികസിക്കാൻ കഴിയുകയും വേണം. നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് പറയും, പക്ഷേ നമ്മുടെ അവസാനത്തെ പരിഗണന എവിടെയാണ്? ലോകത്തെവിടെങ്കിലും ഒരു മനുഷ്യൻ അസ്വതന്ത്രനായിരിക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനല്ല എന്ന വളരെ പ്രസിദ്ധമായ ആശയമുണ്ട്. അതുകൊണ്ടാണ് CPക്ക് കുറേ കാലം സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള കവി കൂടിയായിട്ടുള്ള NV കൃഷ്ണവാര്യർ, എങ്ങ മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന് പറഞ്ഞു. എടശ്ശേരിയുടെ വരികൾ ഉണ്ട്, എവിടെ ചട്ടിയും കലങ്ങളുമെല്ലാം വലിച്ചെറിയപ്പെടുകയും മനുഷ്യൻ ഭ്രഷ്ടരാക്കപ്പെടുകയും മനുഷ്യന് സ്വന്തമായ ഒരിടം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ആ അവിടങ്ങളിലുള്ള മനുഷ്യരെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾ ഒരു ഭൂപടം നിർമ്മിക്കണം. പാലസ്തീൻ നമ്മുടെ മനസ്സിലേക്ക് ഇതേ സമയം കടന്നു വരും. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഇന്ത്യയാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ ഏതു തരത്തിലുള്ള ഒരു ലോകത്തെയാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് എന്നുള്ള ചോദ്യവുമുണ്ട്. ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്. നമ്മളിവിടെ ഇങ്ങനെ നല്ല സൗകര്യപ്രദമായ മുറിയിലിരുന്ന് ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ മനുഷ്യർ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ശബ്ദമുയർത്താത്ത കുഞ്ഞുങ്ങളും മരിച്ചു വീണു. പാലസ്തീനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ആ പാലസ്തീനിൽ കൂട്ടക്കുരുതി നടത്തുന്ന ഹിറ്റ്ലറും മുസോളിനിയും ഒരുമിച്ച് ആവേശിച്ചിട്ടുള്ള നെതന്യാഹുവിനെ ലോകത്തെ ഏറ്റവും വലിയ സഹായി നമ്മുടെ നരേന്ദ്രമോദിയാണ്. ദേശീയതയെക്കുറിച്ച് പറയുന്ന നരേന്ദ്രമോദിയാണ്. ഐക്യരാഷ്ട്രസഭയിലും മറ്റും ഇന്ത്യൻ ട്രഡീഷനും വെച്ച് ചില സമയത്ത് ചില വോട്ടിങ്ങിൽ പാലസ്തീനെ എതിരല്ലാതെ വോട്ട് ചെയ്തു എന്നും പറയാം. പക്ഷെ നിർണായകമായ പല ഘട്ടത്തിലും സയനിസ്റ്റുകൾക്ക് അനുകൂലമായി. ഇസ്രയേൽ എന്ന് പറയുന്നതിനേക്കാളും സയനിസ്റ്റുകൾ എന്ന് പറയുന്നതാണ് ശരി. ഇസ്രയേൽ എന്ന് പറയുന്നൊരു രാഷ്ട്രം നിലനിൽക്കേണ്ടതില്ല എന്നൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് യാഥാർത്ഥ്യബോധത്തോടുകൂടി പറയാൻ കഴിയില്ല. ദുരാഷ്ട്ര പരിഹാരം മാത്രമേ പാലസ്തീൻ പ്രശ്നത്തിനുള്ളൂ. പക്ഷെ നമ്മുടെ ആയുധങ്ങൾ, നരേന്ദ്രമോദി ആയുധങ്ങൾ അയച്ചു കൊടുക്കും. ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച്, അദാനിയും കൂടെ ചേർന്നിട്ടുള്ള കമ്പനി നിർമ്മിച്ചിട്ട് ഡ്രോണുകൾ അയച്ചു കൊടുക്കുകയാണ്. അത് സാധാരണ ഡ്രോണുകളല്ല, പിന്നെ ആളെ കൊല്ലാൻ ശേഷിയുള്ള ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രോണുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അഖണ്ഡ ഭാരതം എന്ന RSSൻ്റെ ഹിന്ദുരാഷ്ട്ര സങ്കല്പം, ആ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഒരു പതിപ്പാണ് ഇസ്രയേലിൻ്റെ ഫ്രം റിവർ ടു സീ. ആ ഭൂപ്രദേശം മുഴുവൻ തങ്ങളുടേതാക്കുക എന്ന സയനിസ്റ്റുകളുടെ സങ്കല്പം ഇത് കൈകോർക്കുകയാണ്. അപ്പോൾ ഞാൻ ഉറപ്പ് പറഞ്ഞതുപോലെ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കൃതി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളത് മാത്രമല്ല, ഈ കൃതിയുടെ അവസാനത്തെ അധ്യായം മുന്നോട്ട് വെക്കുന്ന ആശയം ഈ ഹിന്ദുത്വ വർഗീയ രാഷ്ട്ര നിർവചനത്തിനെതിരായി ജനങ്ങളുടെ ഒരു വലിയ പ്രസ്ഥാനം, ജനങ്ങളുടെ ഒരു സമര വേദി രൂപപ്പെടണം. അതിനൊരുപാട് പൊട്ടലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിൽ അത് സംബന്ധിച്ച വാർത്തയുണ്ട്. രാഷ്ട്രീയമായി ഈ മനുവാദികളുടെ, അതും കൂടെ പറയണ്ട, മനുവാദികളുടെ പദ്ധതിയാണ് പുതിയ രൂപത്തിൽ RSS മുന്നോട്ട് വെക്കുന്നത്. ആ പദ്ധതിക്കെതിരായിട്ട് വികസിപ്പിക്കപ്പെട്ട വിശാലമായ സമരവേദി, രാഷ്ട്രീയ സമരവേദി, ജനകീയ സഖ്യങ്ങൾ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന ലാസ്റ്റ് ബട്ട് ആറാമത്തെ അധ്യായം. അതിൽ വിള്ളലുകൾ വീഴുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങൾ, ജനകീയ സഖ്യങ്ങൾ, ആ ജനകീയ സഖ്യങ്ങളിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കണം. ജനകീയ സഖ്യവുമുണ്ട്, രാഷ്ട്രീയ സഖ്യവുമുണ്ട്. രാഷ്ട്രീയ സഖ്യത്തിനേക്കാളും വിപുലമായതും വികസിച്ചതുമാണ് ജനകീയ സഖ്യം. കലാകാരർക്കും എഴുത്തുകാർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ഒക്കെ പങ്കാളിത്തമുള്ള സഖ്യം. അത് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട രാഷ്ട്രീയ സമൂഹം, ആ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വ രാഹിത്യം അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്വത്തെക്കുറിച്ച് വളരെ ഉദാസീനമായി, അലസമായി, അശ്രദ്ധമായി ഈ രാഷ്ട്രീയ സമൂഹം പെരുമാറിയാൽ അതിന് വലിയ കെടുതികളുണ്ടാകും. അത് സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടെ അവസാനം നടത്താമെന്ന് തോന്നുന്നു. 2024 നടന്ന തെരഞ്ഞെടുപ്പ് ഈ വിഷലിപ്തമായ വർഗീയ കൂട്ടുകെട്ടിൻ്റെ കൂടുതൽ സുശക്തമായ 400-ലധികം സീറ്റ് നേടിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിജയമാണ് അവർ ലക്ഷ്യം വെച്ചതെങ്കിൽ പാർത്ഥ ചാറ്റർജി പറയുന്ന ഈ ജനകീയ സഖ്യങ്ങളും ജനകീയ സമരങ്ങളും അതിൻ്റെ പ്രവർത്തനത്തിലൂടെ വലിയ തോതിൽ ഈ വർഗീയ ശക്തികളുടെ സ്വാധീനത്തെ വെട്ടിക്കുറയ്ക്കാൻ കഴിഞ്ഞു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? വർഗീയ ശക്തികളുടെ നേതൃത്വത്തിലുള്ള കൂട്ടുകെട്ടും ഒരുപാട് പരിമിതികളോടും പരസ്പര മത്സരത്തോടും രൂപം കൊണ്ട വർഗീയ വിരുദ്ധ സമര കൂട്ടുകെട്ടും. അപ്പോഴാണ് ജെൻഡർ ജസ്റ്റിസ് സുരക്ഷിതമായത്, ഒരാളും കൂടെ വേദിയിലേക്ക് വന്നപ്പോൾ. അപ്പോൾ അവസാനം അതിനെക്കുറിച്ച് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനുള്ള സാധ്യത നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വർഗീയ കൂട്ടുകെട്ടും ഒരുപാട് പരിമിതികളും പരസ്പര മത്സരവും ഒക്കെ ഉൾക്കൊള്ളുന്ന വർഗീയ വിരുദ്ധ കൂട്ടുകെട്ടും അത് തമ്മിൽ അവസാനം വന്നപ്പോൾ വ്യത്യാസം 2% താഴെയാണ്, 1.68 ആണ്. എന്ന് പറഞ്ഞാൽ ജനകീയ സഖ്യങ്ങൾ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന അധ്യായത്തിൽ
പാർത്ഥ ചാറ്റർജി വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്ന വർഗീയതയ്ക്കെതിരായിട്ടുള്ള ജനകീയ പോരാട്ട മുന്നേറ്റം അതിനെ കാര്യക്ഷമമായി നയിക്കാൻ രാഷ്ട്രീയ സമൂഹവും രാഷ്ട്രീയ നേതൃത്വവും, രാഷ്ട്രീയ സമൂഹം എന്ന് പറഞ്ഞ് ഞാൻ അവ്യക്തത ഇടുന്നില്ല, രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദിത്വത്തോടുകൂടി തങ്ങളുടെ പോരാട്ടം ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി നിർവഹിച്ചിരുന്നെങ്കിൽ 2024 തന്നെ ഈ വർഗീയ രാഷ്ട്രീയ ശക്തികളെ പരാജയപ്പെടുത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ അവിടെ സോഷ്യൽ ഡെമോക്രാറ്റുകളും കമ്മ്യൂണിസ്റ്റുകളും യഥാർത്ഥത്തിൽ ആ കാലഘട്ടം ആവശ്യപ്പെട്ട പോലെ സഹകരിച്ചിരുന്നു എങ്കിൽ ഹിറ്റ്ലർക്ക് രാഷ്ട്രീയമായി ഇത്തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിലൂടെ ഹിറ്റ്ലർക്ക് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത കമ്മ്യൂണിസ്റ്റുകളും സോഷ്യൽ ഡെമോക്രാറ്റുകളും തടഞ്ഞിരുന്നാൽ പോലും ഹിറ്റ്ലർ മറ്റു മാർഗങ്ങൾ കാണുമായിരുന്നു. അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ എങ്ങനെ ചരിത്രം സഞ്ചരിക്കുമായിരുന്നു, ഇങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചരിത്രത്തിൽ അപ്രസക്തമാണെങ്കിലും ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ കഴിയണം. അപ്പോൾ വിഷലിപ്തമായ വർഗീയ പ്രത്യയശാസ്ത്രത്തെ ഇന്ത്യൻ ജനങ്ങളിൽ വലിയൊരു ഭാഗത്തിൻ്റെ പൊതുബോധമാക്കുന്നതിൽ, കോമൺ സെൻസ് ആക്കുന്നതിൽ RSSൻ്റെ ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങൾ വലിയ ഒരു പരിധിവരെ കോട്ടൺകോട്ട് വിജയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നു. കൂട്ടത്തിൽ നമ്മൾ ഉത്കണ്ഠയോടുകൂടി തിരിച്ചറിയേണ്ടത് ഈ കൃതിയുടെ ചർച്ചയിൽ നിന്നും നമ്മുടെ മുമ്പിലുള്ള പ്രായോഗിക പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വന്നാൽ, പാർത്ഥ ചാറ്റർജി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നും ഉദാഹരണത്തിന് കേരളം നേരിടുന്ന പ്രായോഗികമായ വിഷയത്തിലേക്ക് വന്നാൽ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണ്ണയിക്കാൻ ഒരു പരിധിവരെ ഇടപെടാൻ കഴിയുന്നൊരു ശക്തിയായിട്ട് ഈ വർഗീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയ സംഘടന മാറിയിരിക്കുകയാണ് കേരളത്തിൽ. അതാണൊരു യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിലെ ചില ഘടകങ്ങൾ, ചില പ്രവാഹങ്ങൾ സഹകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അസംബ്ലിയിൽ ഇവർക്ക് പ്രാതിനിധ്യം കിട്ടുമെന്ന് 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തെളിഞ്ഞു. അതിൽ ജാഗ്രത ഉൾക്കൊണ്ടുകൊണ്ടുള്ള പോരാട്ടം അവിടെ നടന്നപ്പോൾ അവരുടെ അക്കൗണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ വേറൊരു സ്ഥലത്ത് അവർ തലപൊക്കി, പാർലമെൻറ്റിൽ പ്രാതിനിധ്യമായി. അപ്പോൾ നമ്മൾ കേരളീയർ അങ്ങനെ നമുക്ക് ഒരു സ്വത്വമുണ്ടല്ലോ, വർഗീയതയൊക്കെ ചെറുക്കാൻ നമുക്ക് കഴിയും എന്ന മട്ടിൽ നമ്മൾ അവകാശപ്പെടുന്നതും അഹങ്കരിക്കുന്നതും വർഗീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുട്ടിലേക്ക് മാറി നിന്ന് പരിഹസിച്ച് ചിരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉത്കണ്ഠാജനകമായ സ്ഥിതിവിശേഷമാണ്. അപ്പോൾ വർഗീയതയെ തടഞ്ഞു നിർത്താനുള്ള പൂർണ്ണമായ കരുത്ത് ഇന്ന് കേരളത്തിനുണ്ടെങ്കിൽ, ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ കരുത്തിലേക്ക് കടന്നുകയറ്റങ്ങൾ നടത്തുന്നുണ്ട് വർഗീയ ശക്തികൾ. ആ കരുത്ത് വെട്ടിച്ചുരുക്കപ്പെടുന്നുണ്ട് വർഗീയ ശക്തികളാൽ. അതിൻ്റെ ആപത്ത് നമ്മൾ കാണാതിരുന്നുകൂടാ. എന്ന് മാത്രമല്ല, ത്രിപുരയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം പോലും ഈ വർഗീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധികൾക്ക് ഇല്ലാതിരുന്നിട്ട് 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കുകയാണ്. അതിനവരെ ആശ്രയിച്ചിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമയമുണ്ട് അല്ലേ? എനിക്ക് മനസ്സിലായി. ഈ ഹാളിൽ പോലും സമയ നിയന്ത്രണമുണ്ട്. അപ്പോൾ ഇവർ ഉയർത്തുന്ന ഭീഷണിയെ നമ്മൾ ലഘൂകരിച്ച് കണ്ടുകൂടാ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വായനയും ചർച്ചയും എത്രമാത്രം പ്രധാനമാണോ അതിലേറെ പ്രധാനമാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ആശയം. ജനകീയമായ പ്രതിരോധം വളർന്നു വരണം. അതിൽ കലാകാരർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും വലിയൊരു പങ്കുണ്ട്. എന്തുകൊണ്ട്?
ഈ വിഷലിപ്തമായ വർഗീയ പ്രത്യയശാസ്ത്രം സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് തന്നെ സാംസ്കാരിക ദേശീയത എന്നുള്ള വ്യാജ നിർമ്മിതിയിലാണ്. കൾച്ചറൽ നാഷണലിസം, സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. ദേശീയത എന്ന് പറഞ്ഞാലും ടാഗോർ പറഞ്ഞ പരിമിതികളുണ്ടെങ്കിലും ദേശീയതയ്ക്കും ഒരു പ്രസക്തിയും പ്രാധാന്യമുണ്ട്. അപ്പോൾ വേഷപ്രച്ഛന്നമായിട്ടാണ് വിഷലിപ്തമായ വർഗീയത നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലൂടെ ഇവരെ പരാജയപ്പെടുത്താൻ സാധ്യമാണ് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. സാധ്യമാണ്, പക്ഷേ നമ്മൾ ആ അവസരം നഷ്ടപ്പെടുത്തി. പക്ഷെ നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, രാഷ്ട്രീയമായി ഇവരെ പരാജയപ്പെടുത്താൻ ജനതയ്ക്ക് ജനകീയ സഖ്യങ്ങൾ വഴി സാധിച്ചാലും ഇന്ത്യൻ സമൂഹത്തിൻ്റെ കോശങ്ങളിൽ ഈ വിഷലിപ്തമായ വർഗീയതയുടെ പ്രത്യയശാസ്ത്രം ആഴത്തിൽ കുത്തിവെക്കപ്പെട്ടിരിക്കുകയാണ്. ആ ആപത്തിൽ നിന്നും ഇന്ത്യൻ സമൂഹത്തെ മാറ്റാൻ, രക്ഷിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ചില ഇംഗ്ലീഷിൽ പറഞ്ഞാലാണ് ആൾക്ക് മനസ്സിലാകുക. അവിടെ നമ്മുടെ മലയാള സംസ്കാരത്തിൻ്റെ വലിയൊരു പ്രശ്നമാണത്. മലയാളത്തിൽ പറയാം, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ വിഷമുക്തമാക്കാൻ നമ്മൾ വേറെ പണിയെടുക്കണം. ഇവരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതുകൊണ്ട് മാത്രമായില്ല. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വക്കത്തെത്തിയതാണ്. ഡീറ്റോക്സിഫൈ ചെയ്യാനെന്ന് പറയാനാണ് ഞാൻ വന്നത്. എന്നിട്ട് ആലോചിച്ചപ്പോൾ വിഷമുക്തമാക്കാൻ എന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ വിഷമുക്തമാക്കുക എന്നുള്ള ദൗത്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജോലിയിൽ നമുക്ക് പൊരുതാൻ ശാസ്ത്രീയമായ വിലപ്പെട്ട ആയുധങ്ങൾ പാർത്ഥ ചാറ്റർജിയുടെ ഈ പുസ്തകം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം വർഗീയ വിഷശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് കൂടുതൽ ഊർജം പകരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഇനിയൊരു പരിപാടി കൂടി നടക്കേണ്ടതുള്ളതുകൊണ്ട് അധികം സമയമെടുക്കുന്നില്ല. അതിൻ്റെ ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സഖാവ് ബേബിയുടെ അവസാനത്തെ സന്ദേശത്തോടു കൂടി പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നു. അതിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇതിൻ്റെ അകത്ത് 3 പ്രബന്ധങ്ങൾ കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന ഒരു ആശയമാണ്. അത് ഇന്ത്യക്ക് വ്യവസ്ഥാപിതമായ അതിരുകൾ ഉണ്ടായിരുന്നില്ല. അതിരുകൾ ആധുനിക ഘട്ടത്തിൽ പുനർനിർവചിക്കപ്പെട്ട അതിരുകളാണ്. ഇതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കരുതുന്ന ഒരു ആശയം. രണ്ടാമത്തത്, അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കരുതുന്ന മറ്റൊരാശയം, അത് മതം എന്ന് പറയുന്നത് ആധുനികമായ, പ്രത്യേകിച്ചൊരു മതരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത് തികച്ചും ആധുനികമായിട്ടുള്ള ഒരു സങ്കല്പമാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സങ്കല്പം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സങ്കല്പം എന്ന് പറയുന്നത് നമ്മളൊരു ഹിന്ദു രാഷ്ട്രമല്ല എന്നുള്ളതാണ്. ഈ 3 സങ്കല്പങ്ങളെ കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹൈന്ദവ വർഗീയ ശക്തികളുടെ അടിസ്ഥാനപരമായ ചരിത്ര വായനകളെ പൂർണ്ണമായി നിരാകരിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒന്ന്, വ്യവസ്ഥാപിതമായൊരു മതമുണ്ടായിരുന്നു ഇന്ത്യയിൽ എന്നും ഇതിനു മുമ്പുണ്ടായിരുന്നവയൊക്കെ തന്നെ മതരാഷ്ട്രങ്ങളാണെന്നും അതിനോടൊപ്പം തന്നെ സവർക്കർ പറയുന്ന 1000 വർഷത്തെ ഒരു ഹിന്ദു മുസ്ലിം യുദ്ധം ഇവിടെ നടന്നിരുന്നുവെന്നും അത് സവർക്കർ പറഞ്ഞു വയ്ക്കുകയും പിന്നീട് ഗോൾവാൾക്കറും RSSും ആവർത്തിക്കുകയും ചെയ്ത, ഏറ്റവും അവസാനം മോഹൻ ഭഗവത് വരെ ആവർത്തിച്ചിട്ടുള്ള ഒരു വാദമാണത്. ഈ വാദങ്ങൾ ഒറ്റയടിക്ക് തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗകര്യം. കാരണം നിങ്ങൾക്ക് കൃത്യമായൊരു നേഷൻ്റെ രൂപം ഇല്ലെങ്കിൽ, അതിർത്തികൾ നിർവചിക്കപ്പെടുന്നില്ലെങ്കിൽ,
ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകൾ, അദ്ദേഹം എടുത്തു പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടേതാണ് എന്നെപ്പോഴാണ് തീരുമാനിക്കപ്പെട്ടത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ, അതിനോടൊപ്പം തന്നെ ഏത് കാലഘട്ടത്തിലാണ് ഹരപ്പൻ സംസ്കാരം എപ്പോഴാണ് ഇന്ത്യയുടെ ഭാഗമോ ആരുടെ ഭാഗമാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ, ആര്യന്മാരെവിടത്തുകാരാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വരുന്നതോടുകൂടി നമ്മളെ സാധാരണഗതിയിലുള്ള ഒരു അതിപ്രാചീന കാലഘട്ടത്തിലുള്ള ഒരു രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് ചിതറിപ്പോവുകയാണ്. ആ ചിതറൽ ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്നും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഹിന്ദു രാഷ്ട്രം സാധ്യമല്ല. ഹിന്ദു രാഷ്ട്രം ഉണ്ടാവുകയാണെങ്കിൽ അത് തികച്ചും ആധുനികമായ, ഇന്നത്തെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സെൻസസ് മതം എന്നൊക്കെ വിളിക്കാവുന്ന, കാരണം ഒരു കാലഘട്ടത്തിൽ മതത്തിന് ജനസംഖ്യ ഉണ്ടായിരുന്നില്ല, എത്ര പേരാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതെന്നുള്ള കണക്കുകളുണ്ടായിരുന്നില്ല. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ധാരണകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കണക്കുകളുണ്ടായി. അതിന് പകരം നമുക്കൊരു എന്യൂമറേറ്റഡ് ഹിന്ദുയിസം, അതുപോലെ തന്നെ എന്യൂമറേറ്റഡ് ഇസ്ലാം, എന്യൂമറേറ്റഡ് ക്രിസ്ത്യാനിറ്റി, ഇത്തരത്തിലുള്ള ഇതുണ്ടായി വരുമ്പോൾ അത് തികച്ചും ആധുനികമായിട്ടുള്ള മറ്റൊരു സങ്കല്പവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഇന്നത്തെ ഒരു ഘടനയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മാറ്റമായിട്ടത് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ഹിന്ദു രാഷ്ട്രത്തിന് എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെ എങ്ങനെ എതിർത്ത് പരാജയപ്പെടുത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പാർത്ഥ ചാറ്റർജിയുടെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന അതിൻ്റെ അകത്തൊരു കാര്യം, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നേഷൻ രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ചോദ്യമാണ്. പാർത്ഥ ചാറ്റർജി സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളിലൊന്നാണത്. ഈ നേഷൻ രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ ഇതിനകം നൽകപ്പെട്ടിട്ടുണ്ട്. അത് പാർത്ഥ ചാറ്റർജി തന്നെ ഒരു കാലഘട്ടത്തിൽ എഴുതിയ നാഷണൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ആശയമുണ്ട്. എലീറ്റ് നാഷണലിസം, ഇതും പാർത്ഥ ചാറ്റർജി തന്നെ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു ആശയമുണ്ട്. ഈ നാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ദേശീയ സമുദായത്തെ വേണമെങ്കിൽ ദേശീയ മതസമുദായമായി വ്യാഖ്യാനിക്കുന്നതിൽ പ്രയാസമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ഹിന്ദു രാഷ്ട്രത്തെ നമുക്ക് കൊണ്ടുവരാം. അതാണ് ഇവിടെ സഖാവ് ബേബി സാംസ്കാരിക ദേശീയതയെന്നോ ചിലർ മതദേശീയതയെന്നോ മറ്റു വിളിക്കുന്നൊരു സംഗതിയായി മാറുന്നത്. എന്നാൽ അതിനൊക്കെ എതിരായിട്ട് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം അവസാനം വയ്ക്കുന്നത് ദേശമെന്ന് പറയുന്നത് ജനങ്ങളുടെ ദേശമാണ് എന്ന് പറഞ്ഞതോടുകൂടി ഒരു പ്രത്യേക പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങൾ ആരാണോ അവർ ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും ഈ അധിവസിക്കുന്ന ജനത എന്ന് പറയുന്നവരുടേതാണ് ആ ദേശം എന്നുള്ള സങ്കല്പത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പക്ഷേ ഞാൻ മൈഗ്രേഷന് ഒരു വാക്ക് ഉപയോഗിക്കുന്നു, ക്ഷമിക്കണം, ആളൊഴുക്ക് എൻ്റെ വാക്കാണ്, എൻ്റെ ഒരു വാക്കാണ്, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ആളൊഴുക്ക് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സമയത്ത് വന്നു, ഇന്നലെ വന്നോ മിനിയാന്ന് വന്നോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ തീരുമാനിക്കപ്പെടുക. ഒരു പ്രദേശത്തെ ജനങ്ങൾ ഇന്ന സ്ഥലത്തെ പ്രദേശത്തെ ജനവാസികളാണെന്ന് അവർ പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അവരിന്നലെ വന്നാലും അവർ യഥാർത്ഥത്തിൽ ആ ദേശവാസികളായി മാറും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളൊന്നും. അങ്ങനെ വരുമ്പോൾ നേഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടേതായിട്ട് മാറുന്ന സമയത്ത് ദേശരാഷ്ട്രമെന്ന് പറയുന്നത് ഇവിടെ സഖാവ് ബേബിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ജനകീയ രാഷ്ട്രമായി മാറും. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നീട് ഹിന്ദു തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ചരിത്രപരമായി തന്നെ അത് പാർത്ഥ ചാറ്റർജി സൂചിപ്പിക്കുന്നുണ്ട് വ്യക്തമായിട്ട് തന്നെ. ചരിത്രപരമായിട്ട് തന്നെ ഹിന്ദു എന്ന് പറയുന്ന വാക്കിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. അതുകൂടാതെ ഒരു ആധുനിക രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഉള്ളിലും നമുക്കത് ഒരു ദേശരാഷ്ട്രത്തെ അത് ജനങ്ങളുടെ രാഷ്ട്രദേശമായിട്ട് അത് ചിത്രീകരിച്ച് അത്തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവിടെ ഹിന്ദു രാഷ്ട്രത്തിന് പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ ശക്തമായ രണ്ട് വാദഗതികൾ
അതോടുകൂടി യഥാർത്ഥത്തിൽ പാർത്ഥ ചാറ്റർജി തൻ്റെ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുക. ഒരുപക്ഷെ എനിക്ക് ചെറിയ, അങ്ങനെ പറയുന്നത് തെറ്റില്ല എന്ന് ഞാൻ കരുതുന്നു, ചർച്ച ചെയ്യണം എന്ന് സഖാവ് ബേബി പറഞ്ഞുകൊണ്ടും ചർച്ച ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നതുകൊണ്ടുള്ള ഒരു 1-2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൂട്ടിച്ചേർക്കുന്നുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്, ബഹുസ്വര ജനാധിപത്യം എന്ന് പറയുന്ന പ്രയോഗത്തെ പാർത്ഥ ചാറ്റർജി നിരാകരിക്കുന്നു എന്നുള്ളത്. അവിടെ അഭിപ്രായ ഭിന്നതയുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, അഭിപ്രായ ഭിന്നതയുണ്ടാകും. അദ്ദേഹം നിരാകരിക്കുന്നതിൻ്റെ കാരണം ബോധ്യപ്പെടുന്നുണ്ട്. ആ കാരണം എന്ന് പറയുന്നത്, ബഹുസ്വരത എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ നടത്തുന്നതോടുകൂടി നമ്മൾ യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ സ്വരങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ നിങ്ങൾക്കൊരു ഹിന്ദു സ്വരവും മുസ്ലിം സ്വരവും ഒക്കെ ആകാം എന്ന് പറഞ്ഞ് നിർവചിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി പഴയ അറബിയും ഒട്ടകത്തിൻ്റെ കഥ പറയുന്ന പോലെ തിരിച്ച് ഹിന്ദുരാഷ്ട്രം, ഞാൻ പറഞ്ഞ പോലെ ഭൂരിപക്ഷ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സെൻസസ് മതം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര ശതമാനം ജനസംഖ്യ ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രമായിട്ട് വരും എന്നുള്ള ഒരു തലം അതിൻ്റെ അകത്തുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ പാർത്ഥ ചാറ്റർജി ബഹുസ്വരതയെ എതിർക്കുന്നത്. ആ വാദം അംഗീകരിക്കാമെന്നുള്ളതാണ് എൻ്റെ തോന്നൽ, അത് ശരിയാണെന്ന്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം വയ്ക്കുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത്, നേരെ തിരിച്ചു വയ്ക്കുന്ന മറ്റൊരു വാദം, പുതിയ തലമുറ ഇന്നത്തെ ബഹുസ്വരതയ്ക്ക് അപ്പുറത്തുള്ള ഒരു ഏകീഭാവം കണ്ടെത്തണം എന്നുള്ള. ഈ ഏകീഭാവം കണ്ടെത്തുക എന്ന് പറയുന്ന അദ്ദേഹം വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇവിടെ കിടക്കുന്നില്ല. അതിൽ ഇംഗ്ലീഷ് ഭാഷ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും അവിടെ കിടക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഏകീഭാവം കണ്ടെത്തുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു മൾട്ടി ലിംഗ്വൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ബഹുഭാഷാ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞ് നിർവചിച്ചപ്പോൾ ആ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു സംഗതി ഇവിടുത്തെ പൊതുവെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ പിന്തുണച്ച സമയത്ത് ഈ ഏകീഭാവത്തിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ച് ജനങ്ങളുടേതായിട്ടുള്ള ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വരണം എന്നുള്ള സങ്കല്പമാണ് അതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ഈ ജോലി സാംസ്കാരിക പ്രവർത്തകർ ഏറ്റെടുക്കണം എന്നാണ് പാർത്ഥ ചാറ്റർജി നമ്മൾ ആവശ്യപ്പെടുന്നു. ആ ഭാഗം അംഗീകരിക്കാം. പക്ഷേ അതേസമയം തന്നെ സാംസ്കാരിക പ്രവർത്തകർ അത് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ, അതാണ് ഇവിടെ അവസാനം സഖാവ് ബേബി സൂചിപ്പിച്ച രാഷ്ട്രീയത്തിലെ ചില്ലറ, ഇന്ന് പത്രത്തിൽ വരുന്ന ആ ചില്ലറ പ്രശ്നങ്ങളുണ്ടായി വരുന്നത്. ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏകീഭാവത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശം എന്ന് പറയുന്നത് ഐഡിയ ഓഫ് ഇന്ത്യ എന്നിവിടെ സൂചിപ്പിച്ച രീതിയിലുള്ള ആ ഇന്ത്യൻ ജനതയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാനുള്ള പ്രക്രിയ ഇതിനോടൊപ്പം തന്നെ നടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ഉൾക്കൊള്ളൽ പ്രക്രിയ നടന്നു. അതൊരു പീപ്പിൾസ് മൂവ്മെൻറ്റ്സാണ്, ജനകീയ പ്രസ്ഥാനങ്ങളാണ് അത്തരത്തിലുള്ള ഉൾക്കൊള്ളലിലേക്ക് നയിച്ചത്. അപ്പോൾ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ ഈ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിനെതിരെ അതിന് ആധാരമായി നിൽക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള അതിനെ നിലനിർത്തുന്ന ഘടകങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ രൂപം വളർന്നു വരുമ്പോഴാണ് നമുക്ക് സാംസ്കാരിക പ്രവർത്തകർ അതിനോടൊപ്പം ഉൾച്ചേരുന്നതും ഇതിൻ്റെ ഭാഗമായി മാറുന്നതും അവർക്ക് അതിനോടൊപ്പം തന്നെ അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത, ഊർജം, ആർജവം, ആവേശം തുടങ്ങിയവയൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ടത് ഇത്തരത്തിലുള്ള താഴെത്തട്ടുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ തുടങ്ങാം. ഈ ജനകീയ പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്തൊരു ബഹുസ്വര സ്വഭാവം ഉണ്ടാവും. അതിന് നമുക്ക് പൂർണ്ണമായി ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. അത് പാർത്ഥ ചാറ്റർജി തന്നെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആദിവാസികളുടെ, ദളിതരുടെ, സ്ത്രീകളുടെ ഒക്കെ തന്നെ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിലെ ബഹുസ്വരതയിൽ തന്നെയാണ്, അദ്ദേഹം വേറെ രീതിയിലുള്ള ബഹുസ്വരതയിലാണ് ഊന്നുന്നത്.
അങ്ങനെയുള്ള ഒരു ജനകീയ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനോടൊപ്പം തന്നെ ഉൾച്ചേരുന്ന സാംസ്കാരിക പ്രതിരോധങ്ങളുടെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായി വന്നിരുന്നൊരു മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ മറ്റേ മുമ്പ് പറഞ്ഞ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ തലത്തിൽ ശക്തിപ്പെടുത്തുക എന്ന് തോന്നുന്നു. ഇത് പാർത്ഥ ചാറ്റർജിയുടെ ഒരു വായനയിൽ നിന്നുണ്ടായി വന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ഞാൻ നിരാകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അതേസമയം ചർച്ച ചെയ്ത് ഒരുപക്ഷെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത നമ്മൾ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർക്കും പ്രതിരോധ പ്രവർത്തകർക്കും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് ചർച്ചയ്ക്ക് വിഷയമാക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് ഇങ്ങനെയല്ല കമൻറ്റുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത്രയും അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി അവസാനിച്ചിരിക്കും.